ട്രംപ് പുടിനെ ഭ്രാന്തൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. മുൻപ് സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടു, സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റിനെ അപമാനിച്ചു വിട്ടു, ഇപ്പോൾ ഇതാ പുടിനെ തന്നെ അപമാനിക്കുന്നത്. എൻ്റെ സുഹൃത്താണ്, എങ്കിലും ഇയാൾക്ക് ഭ്രാന്താണോ എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിനാണോ ഭ്രാന്തിനെ? ഈ സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ പിന്നെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക പ്രസിഡന്റ് അങ്ങോട്ടും പറഞ്ഞു, അങ്ങേപ്പോലെ ആരും എനിക്ക് വിമാനം സൗജന്യമായിട്ട് സമ്മാനിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞൊരു കുത്ത് അങ്ങോട്ടും കൊടുത്തിരുന്നു. അപ്പോൾ ഈ ട്രംപ് അധികാരമേൽക്കുമ്പോൾ തന്നെ 5 മിനിറ്റ് കൊണ്ട് എനിക്ക് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം, ഇസ്രയേൽ ഹമാസ് തർക്കം, ഇതും ഞാൻ വിചാരിച്ചാൽ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ വേറെ എങ്ങാണ്ട് ആഫ്രിക്കൻ രാജ്യത്ത് പോയി ബോംബിടുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ IS ഉള്ളതുണ്ട്. ഏതോ ഗുഹ അന്തർഭാഗത്തൊക്കെ പോയി ഈ ഭീകരർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ പോയി ആക്രമണം നടത്തി. ഹൂത്തികൾക്കെതിരെ ഇല്ലേ അത് ആക്രമണം യമനിൽ ഹൊദൈദ തുറമുഖം പോലെ സനയിലുമൊക്കെ, തലസ്ഥാനമായ സനയിലുമൊക്കെ ആക്രമണം നടത്തുന്നുണ്ട് ഹൂത്തികൾക്കെതിരെ. പക്ഷേ പറഞ്ഞതുപോലെ ഒന്നും ശരിപ്പെട്ടു വരുന്നില്ല. ഒരു നൊബേൽ സമാധാന സമ്മാനം ലാക്കാക്കി പലതും ട്രംപ് പറയുന്നുണ്ട് എന്നൊക്കെ ട്രംപിൻ്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തിയിരുന്നു. എല്ലായിടത്തും സമാധാനം ഉണ്ടാക്കിയാൽ ചുളുവിനിത് അടിച്ചെടുക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതങ്ങനെ അടിച്ചെടുക്കേണ്ടതില്ല എന്ന് മറ്റുള്ളവർക്കും കരുതാമല്ലോ. നെതന്യാഹുവിന് കരുതാം, പുടിനും കരുതാം. അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞില്ലേ, യൂറോപ്പിൻ്റെ പ്രശ്നങ്ങളല്ല ഇന്ത്യയുടെ പ്രശ്നങ്ങളല്ല എന്ന് മുമ്പ് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞ പോലെ ട്രംപിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല എന്നാണ് പുടിനും മറ്റേ നെതന്യാഹുവും കരുതുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ട്രംപ് ആരാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യങ്ങൾക്ക് അവരുടേതായ ആഭ്യന്തര സമ്മർദ്ദങ്ങളുണ്ട്. നെതന്യാഹുവിന് ഇസ്രയേലിൻ്റെ അകത്തെ സമ്മർദ്ദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്രിസഭയുടെ അകത്ത് തന്നെയുള്ള സമ്മർദ്ദം എന്താണെന്ന് വെച്ചാൽ, ഈ അന്നും വെടിനിർത്തലിന് അനുകൂലമല്ലായിരുന്നു ഇസ്രയേലിൻ്റെ കാലാവസ്ഥ. ബന്ദികളെ കിട്ടിയിട്ടില്ലല്ലോ ഇല്ലേ. ബന്ദികളെ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബന്ദികളായിരുന്ന ചില ആളുകളുടെ ജഡമൊക്കെ ഇല്ലേ കിട്ടുന്നത്. ബന്ദികളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ മുഴുവൻ ബന്ദികളെയും തന്നു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം എന്നല്ലേ പറയുന്നത്. പിന്നെ ചില ആളുകൾ വിട്ട് കിട്ടിയാൽ മറ്റേ തുർക്കിയിലേക്ക് പോവുക അല്ലേ, ഹമാസ്. ഈ ഹമാസുകാരെയും വിടുന്നുണ്ടല്ലോ ഇതിൻ്റെ കൂടെ. അത് ഒരു ബന്ദിയെ വിട്ടിയ 1200 2000 ഭീകരന്മാരെ ഹമാസുകാരെ ജയിലിൽ നിന്ന് ഇസ്രയേൽ വിടണം. ഈ വിടുന്ന ആളുകളാണ് പിന്നെ തുർക്കിയിലേക്ക് കുറേ പേര് പോകും, കുറേ ആളുകൾ പാകിസ്ഥാനിലേക്ക് വരും. ഞങ്ങൾ കുറേ പേര് എടുത്തോളാം എന്ന് പാകിസ്ഥാനും പറഞ്ഞു. പിന്നെ POKയിൽ വന്നു ഹമാസുകാർ. പിന്നെ ഹമാസ് മാതൃകയിലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള ആക്രമണം നടന്നത്. ഡ്രോണുകളും വിമാനമൊക്കെ വെച്ചിട്ട് ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തുന്ന ആക്രമണം പോലെ POKയിൽ 2 മാസം മുമ്പ് ഹമാസിൻ്റെ നേതാക്കളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഗാസ 2047 ശതാബ്ദിയാണ് അല്ലേ ഇസ്രയേലിൻ്റെ, 48. ആ സമയമാകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കയ്യിലുണ്ടായിരിക്കണം, ഇസ്രയേലിൻ്റെ ഭൂപ്രദേശമായിരിക്കണം എന്ന് ഇസ്രയേൽ വിചാരിച്ചിട്ടുള്ളതാണ്. കാരണം അവരുടേതായ ജൂത സെറ്റിൽമെൻറ്റുകൾ ആയിരിക്കണം ആ സമയത്ത് ഈ ഗാസയിൽ ഉണ്ടാകേണ്ടത് എന്നാണ് അവർ കരുതിയത്. ട്രംപ് കരുതിയത് എന്താണ്? ട്രംപ് പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ്. ട്രംപിൻ്റെ മകളെ കല്യാണം കഴിച്ച ജാറേദ് കുഷ്നർ ജൂതനാണ്. അങ്ങേർക്കാണെങ്കിൽ ഗാസയിൽ ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങൾ പടുത്തുയർത്തണം എന്നൊരാഗ്രഹം വന്നു. വി വിൽ മേക്ക് ഇറ്റ് എ റിവേറ എന്ന് ട്രംപും പറഞ്ഞു ഇല്ലേ. സുഖവാസ കേന്ദ്രങ്ങൾ ആളുകൾക്ക് പോകാൻ ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് വെടിനിർത്തലിൻ്റെ പിന്നിൽ. ഹമാസ് ഇസ്രയേൽ വെടിനിർത്തലിൻ്റെ പിന്നിൽ ട്രംപിനുണ്ടായിരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യമായിരുന്നു. ജാറേദ് കുഷ്നറും സൗദി സൽമാൻ രാജകുമാരനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ. അപ്പോൾ ജാറേദ് കുഷ്നർ പോയാൽ വെടിനിർത്തൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ മതി. വേറെ കച്ചവട താല്പര്യമാണ് ഈ വിറ്റ്കോഫിനെ മിഡിൽ ഈസ്റ്റ് എൻവോയ് ആയിട്ട്
ട്രംപ് നിയമിച്ചതിൽ കാണുന്നത്. ട്രംപ് കഴിഞ്ഞാൽ അടുത്ത റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ് വിറ്റ്കോഫ്. അപ്പോൾ വിറ്റ്കോഫിനെ വെച്ചിട്ട് ഇവരുടെ കച്ചവടം ഉണ്ടല്ലോ, വിറ്റ്കോഫിന് ഇദ്ദേഹത്തിന്റെ മാറലാഗോ എന്ന് പറഞ്ഞ തോട്ടം ഉണ്ടല്ലോ, അതെ, ആ തോട്ടത്തിൽ എപ്പോഴും കടന്നു പോകാൻ കഴിയുന്ന ഒരാളാണ് വിറ്റ്കോഫ്. ചോദിക്കാതെ തന്നെ പോവാം എപ്പോഴും. അദ്ദേഹത്തിന്റെ ട്രംപിന്റെ ഗോൾഫ് പാർട്ട്ണറാണ്. പിന്നെ ഖത്തറിലൊക്കെ പണിയുന്നുണ്ടല്ലോ ഗോൾഫ് കോഴ്സ് ട്രംപിന്റെ, ആഗോളതലത്തിൽ പല സ്ഥലത്തും ഉണ്ട്. അതിലുമൊക്കെ പാർട്ട്ണറാണ് ഈ വിറ്റ്കോഫ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ചില കച്ചവട താല്പര്യങ്ങളുണ്ട്. അതിപ്പോൾ വളരെ വ്യക്തമാണ്. യുക്രൈൻ യുദ്ധം നിർത്തണം എന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? ഉക്രൈനിലെ റെയർ എർത്ത് കിട്ടാൻ വേണ്ടി ധാതു മണൽ കരാർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ട്രംപിന് മറ്റേ ബലൂചിസ്ഥാനിലൊരു കണ്ണുണ്ട്. എന്താന്ന് വെച്ചാൽ ലോകത്തിലെ 69% ഈ ധാതുമണൽ ഇങ്ങനത്തെ ഖനികൾ, കൽക്കരി ആഫ്രിക്കയിലും ഒക്കെ പോയിട്ട് ചൈന കരാറൊപ്പിട്ട് പാട്ടത്തിനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഭാവിയുടെ എണ്ണയാണ് ഈ ധാതു സമ്പത്ത് എന്നാണ് പറയുന്നത്. ഈ ലിത്യം പോലുള്ള ഇല്ലേ ബാറ്ററികൾ വേണമല്ലോ, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഒക്കെയാണ്. 2040 ആവുമ്പോൾ ഇപ്പോഴത്തെ 4 ഇരട്ടിയായിരിക്കും ഈ ധാതുമണലിൻ്റെ ആവശ്യം, ധാതു സമ്പത്തിൻ്റെ ആവശ്യം എന്ന് കണക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുദ്ദേശിച്ചിട്ടാണ് ഈ വെടിനിർത്തൽ. അപ്പോൾ യുക്രൈനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിൽ ഇതും കൂടി വ്യവസ്ഥയായിട്ട് വെക്കാം എന്നാണ് കണ്ടത്. പക്ഷെ പുട്ടിൻ്റെ താല്പര്യം എന്താണ്? പുട്ടിന് ഈ ഇപ്പൊ പിടിച്ചടക്കിയ സ്ഥലങ്ങളുണ്ടല്ലോ യുക്രൈനിലെ, അതങ്ങനെ തന്നെ നിലനിർത്തണം എന്നാണ് റഷ്യയുടെ ഭാഗമായിട്ട്. ക്രിമിയ പിടിച്ചിട്ട് നിർത്തിയില്ലേ, അതുപോലെ ഇപ്പൊ പിടിച്ച ഈ ഖാർക്കീവ് മേഖല, ഇങ്ങനത്തെ മേഖലകളും ഒക്കെ, മരിയുപോൾ, അതുപോലെ പ്രധാനപ്പെട്ട മേഖലകളും ഒക്കെ ഈ ധാതു സമ്പത്ത് ഉള്ള മേഖലകളും ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അതൊക്കെ റഷ്യയുടെ ഭാഗമായിട്ട് നിർത്തണം എന്നാണ് പുട്ടിൻ്റെ ആഗ്രഹം. അത് വിട്ടുകൊടുക്കണം എന്നാണ് ഈ നടന്ന സമാധാന ചർച്ചകളിലൊക്കെ പറയുന്നത്. അപ്പോൾ സമ്മതിക്കുന്നില്ല പുട്ടിൻ, ഇത് അലസിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് പുട്ടിനെ ഭ്രാന്തൻ എന്ന് ഇന്നലെ വിളിച്ചിരിക്കുന്നത്, ട്രംപ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ട്രംപ് നോക്കുമ്പോൾ ഇറാനുമായിട്ട് അല്ലേ, ഇറാനും ഇസ്രയേലുമായിട്ടും ഇതുപോലെ വെടിനിർത്തൽ ഉണ്ടാക്കാനായിട്ട് മറ്റേ ഇയാൾക്ക് കത്തെഴുതി ഗമനയ്ക്ക് അപ്പം തന്നെ ചവറ്റുകൊട്ടയിലിട്ടു ആ കത്ത്. എന്നിട്ട് മറ്റേ പല സ്ഥലത്തും ഒമാനിലോ തുർക്കിയിലോ ഒക്കെ മറ്റേ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടന്നു. ഖമനേയി പറഞ്ഞു ഞങ്ങൾക്ക് ഈ സമാധാന ചർച്ചകളിൽ താല്പര്യമില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരണം, യുറേനിയം എൻറിച്ച്മെന്റ്, ഞങ്ങൾക്ക് അണുബോംബ് വേണം. അണുബോംബ് ഉണ്ടെങ്കിലല്ലേ അമേരിക്കയെ പേടിപ്പിക്കാൻ പറ്റുള്ളൂ. അതെ, സത്യത്തിൽ ചൈനയല്ല അമേരിക്കയാണ്. നമ്മുടെ ശ്യാം ശരൺ എന്ന് പറഞ്ഞ പഴയ സ്ഥാനപതി കഴിഞ്ഞ ദിവസം എഴുതി ഞാൻ വായിച്ചു. പാകിസ്ഥാന് സത്യത്തിൽ അണുബോംബൊക്കെ ആയിട്ട് പാകിസ്ഥാൻ നിൽക്കുന്നത് അമേരിക്ക എപ്പോഴെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പേടിച്ചിട്ടാണ്, ചൈനയെ പേടിച്ചിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധാതുമണൽ കൂടുതലുള്ള ഒരു സ്ഥലമല്ലേ പാകിസ്ഥാൻ. ഏതെങ്കിലും ആ മേഖലയൊക്കെ വേണമെന്ന് മറ്റേ അമേരിക്കയ്ക്കും തോന്നാമല്ലോ. അതുകൊണ്ട് അണുബോംബ് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത് അമേരിക്കയ്ക്കെതിരെ പ്രയോഗിക്കാനാണ്. ഇപ്പം അമേരിക്ക മറ്റേ ഗോൾഡൻ ഡോം പണിയാനൊക്കെ പോകുന്നുണ്ടല്ലോ ഇതിനെതിരെ. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ പുട്ടിൻ്റെ നോക്കുമ്പോൾ കച്ചവട താല്പര്യങ്ങളാണ് കാണുന്നത്. ഈ ഖഷോഗി എന്ന് പറഞ്ഞ മറ്റേ പത്രപ്രവർത്തകനെ കൊന്നിരുന്നല്ലോ തുർക്കിയിൽ, അത് സൗദി രാജകുമാരൻ ആവശ്യപ്പെട്ടിട്ടാണെന്നുള്ളത് നേരത്തെ തന്നെ അമേരിക്ക ആരോപിച്ചിരുന്നതാണ്. പക്ഷെ ഈ സൗദി രാജകുമാരന് അമേരിക്കയുമായിട്ട് നല്ല ബന്ധങ്ങൾ വേണ്ടിയിരുന്നു. ആ ഖഷോഗി സമ്പത്തിന് ശേഷം ഇത് ഉല്ലഞ്ഞിരുന്നു. അപ്പോൾ ട്രംപ് പോയിട്ട് ഞങ്ങൾക്ക് ഇത്രയും ഇല്ലേ 1 ട്രില്യൺ ഇവിടെ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിക്ഷേപത്തിന് നല്ല ബന്ധം ഉണ്ടാവണം, ആ ഖഷോഗി സംഭവം മറക്കണം അമേരിക്ക. അപ്പോൾ അതിന് തയ്യാറായിട്ട് സൽമാൻ രാജകുമാരൻ വന്നു. അതുകൊണ്ട് ആദ്യ യാത്ര അങ്ങോട്ടൊക്കെ ആക്കി, ഖത്തറിൽ പോയി. ആ വിമാനം നേരത്തെ തന്നെ ഫ്ലോറിഡയിലോ മറ്റോ വെച്ച് കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നിയിരുന്നതാണ് അല്ലേ ട്രംപിന്. അതെ, വളരെ വിശാലമായിട്ട്. ഇനി അത് പരിഷ്കരണക്കുകയാണെങ്കിൽ എയർഫോഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ, $100 കോടി അല്ലേ കൂടുതൽ ചിലവാക്കണം ഇനി അതിൻ്റെ അകത്ത്. എയർഫോഴ്സ് ഉണ്ടാക്കാനായിട്ട് സുരക്ഷാ സാധനങ്ങൾ ഫിറ്റ് ചെയ്യണം. ഇപ്പം അത് നല്ല ജോറായിട്ട് കൊട്ടാരം പോലെയാണ് ഇരിക്കുന്നത്. അതെ,
അത് ഈ ട്രംപ് ശരിക്കും ഒരു കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റുമാരെല്ലാം തന്നെ വളരെ ഗൗരവമുള്ളവരാണ്. ഈ ട്രംപ് ഈ പറയുന്ന കച്ചവടം കളിച്ച് ഇതിൻ്റെ സ്ഥാനത്തിൻ്റെ മഹിമയെ ഇല്ലാതാക്കി ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഒരിക്കലും അധികാരത്തിൽ വരാത്ത രീതിയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും തുറക്കുന്നുണ്ടല്ലേ? അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഇത് ഈ ഓട്ടം ഓഫ് ദി പാട്രിയാർക്ക് എന്ന് പറഞ്ഞിട്ട് ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ ഒരു നോവലുണ്ട്, മറ്റേ ഏകാധിപതിയുടെ ശിശിരം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഇലയൊക്കെ വീഴുകയാണല്ലോ, ഇത് സായാഹ്നമാണ്, അവസാനത്തെ ഊഴമാണ്, ഇത് നമുക്ക് കടുംപെട്ട് വെട്ടണം എന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. ചില ജഡ്ജിമാരെ പറ്റിയൊക്കെ പറയാറുണ്ട്, അവർ വളരെ മാന്യന്മാരായിരിക്കും, അവസാനത്തെ 6 മാസം കടുംപെട്ട് വെട്ടും എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കടുംപെട്ട് വെട്ടാം, എന്നാൽ പിന്നെ അത് ആദ്യം തന്നെ വേണം എന്നും തീരുമാനിച്ചിട്ടുണ്ടാകാം. ഈ വിമാനത്തിന്റെ കഥയൊക്കെ അങ്ങനെയാണല്ലോ, അദ്ദേഹം ആഗ്രഹിച്ചതാണ്. പഴയ രാവണന്റെ കഥ പോലെയാണ് ട്രംപിന്റെ കഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.